Audio Jungle. Audio Jungle. It's amazing how you can speak right to my heart. Without saying a word, you can light up the dark. Try as I may, I can never explain what I hear when you don't say a thing. The smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. The touch of your hand says you'll catch me wherever I fall. Say it best when you say nothing at all. All day long I can hear people talking out loud. But when you hold me, drown out the crowd. Try as they may, they can never define what's been said between your heart and mine. The smile on your face lets me know that you need me. There's a truth in your eyes saying you'll never leave me. Of your hand says you'll catch me wherever I fall. You say it best when you say nothing at all. Says you'll catch me wherever I fall. You say it best when you say nothing at all. Alma, Studi, terus naik
പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മറിഞ്ഞറിയുമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീയിൽ അമ്മ വാഴ്ത്തപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാക്കുമാറാത്തനും വാഗ്ദാനങ്ങളെ വിശ്വസിക്കുന്ന നല്ലവനായ കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവേ സ്തുതിക്കുന്ന സ്വസ്ത്രം ചെയ്യുന്നേ. കർത്താവേ, വിവാഹം വികാസയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സിജോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ജോസിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവർ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുൻപെടുന്ന ആൾക്കാരുടെ അങ്ങ് കാത്തു പരിപാലിപ്പിക്കുന്ന യാതൊരാവുക്കണത്തുണ്ടാതെ വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിജോയോത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ലൊരു കുടുംബജീവിതം കൊടുത്താൽ മകനെ അനുഗ്രഹിക്കണമേ. ഈ വിവാഹത്തിലൂടെ ഇതിന്റെ ആത്മമുള്ള അവസാനം വരെ കർത്താവെ നീ ആ മകൻ്റെ കൂടി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്വസ്ത്രം, ഹല്ലേലൂയ, കരുണയായിരിക്കണമേ. കാനായിലെ വിവാഹ വിരുന്ന് 3-ാം ദിവസം ഗലീലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. പന്നികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം തിരിച്ചു നോക്കി. അതേ എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളങ്ങുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിലും വിശ്വസിച്ചു. സഹായം തേടി ഓർക്കണമേ. കന്യയുടെ രാജ്ഞിയായ കന്യകേ, മാതാവേ, ഈ ശാസ്ത്രം ധൈര്യപ്പെട്ട് പ്രാർത്ഥന ഞാൻ അണയുന്നു. ചെന്തി ഭാവിയായ ഞാൻ അധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവർ ചോദിക്കുന്നു, മാതാവേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you, oh, I need you. Every hour I need you. My one defense, my righteousness, oh God, how I need you. Where sin runs deep, your grace is more. Grace is found, is where you are. Where you are, Lord, I am free. Holiness is Christ in me.
Thank you.
It's
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീയും. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ ഭാര്യയെ സ്നേഹിക്കണം.
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആ ഒരു കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്യും. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ നിരീക്ഷിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. പരിശുദ്ധമായ ഉദാസിയുടെ സ്വീകരണത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്നേഹമുള്ള സിജോ, റോസ്മി, പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, അദൃശ്യമായ ദൈവിക കൃപാവരത്തെ ദൃശ്യമാക്കുന്ന അടയാളങ്ങളാണ് ഉദാസികൾ. വേണ്ടത്ര ഭക്തിയോടും ഒരുക്കത്തോടും കൂടി ഉദാസികളെ സ്വീകരിക്കുന്നവരെ അത് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട്. ഉദാസികളിൽ വിവാഹം എന്ന ഉദാസിക്ക് 2 പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഉള്ളത്. ഒന്നാമതായിട്ട്, വിവാഹം എന്ന ഉദാസ 2 വ്യക്തികൾ ഒരുമിച്ചാണ് സ്വീകരിക്കുന്നത്. മറ്റാരുടെ ഉദാസികളും ഒരു വ്യക്തി തന്റെ ജീവിതത്തില് വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ തനിച്ച് സ്വീകരിക്കുമ്പോൾ വിവാഹം എന്ന ഉദാസ 2 വ്യക്തികൾ ഒരുമിച്ചാണ് സ്വീകരിക്കുക. വ്യക്തികൾ 2 പേരാണെങ്കിലും ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും ഒരു തീരുമാനത്തോടും കൂടി സ്വീകരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ വിവാഹം എന്ന ഉദാസയുണ്ട്. വിവാഹം എന്ന ഉദാസയുടെ 2ാമത്തെ പ്രത്യേകത, ഇത് മറ്റെല്ലാ ഉദാസകൾക്കും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഉദാസയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, വിവാഹം എന്ന ഉദാസയിലൂടെ രൂപപ്പെടുന്ന കുടുംബങ്ങളിലെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിലെ വിവിധങ്ങളായ ഉദാസകൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് തങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകുന്നത്. വിവാഹം എന്ന ഉദാസീകരണത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട സിജോയ്ക്കും റോസ്മിക്കും ഈ അനുഗ്രഹീത ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ സീനമായി സമൃദ്ധമായ ഒരു സന്യാസവൈദികനാണ്. എന്റെ ബാധ്യതനായ ബഹുമാനപ്പെട്ട വിവിധ വലിയ കാലാകാലം ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു. നാളെ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ വിവാഹ കർമ്മങ്ങൾ നടക്കുകയാണ്. അച്ഛനാണ് ആ വിവാഹം ആശീർവദിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. തീർച്ചയായിട്ടും എന്റെ ആശംസകളും പ്രാർത്ഥനകളും സിജോയെയും റോസ്മിയെയും അറിയിക്കണം. അച്ഛന്റെ സ്ഥാനത്തിൽ ഒത്തിരി സ്നേഹത്തോടെ അച്ഛന്റെ ആശംസകളും പ്രാർത്ഥനകളും ഇരുവർക്കും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും സമലഭ്യനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് സിജോ എന്നാണ് വിഘ്നേശൻ എനിക്ക് പറയുന്നത്. കുടുംബജീവിതത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കുമ്പോഴും ഇനിയും തുടർന്നും എല്ലാവർക്കും നന്മ ചെയ്യുവാനും ഒരു നല്ല മനസ്സ്, ആ സ്വഭാവത്തിന് നല്ല ഗുണം തുടർന്നുകൊണ്ട് പോകുവാൻ കഴിയട്ടെ എന്ന് വിഘ്നേശനോട് ചേർന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഉദാസീകരണത്തിനായിട്ട് ഇവരെ ഒരുക്കിയ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട വധൂവരന്മാരെ, നിങ്ങൾ ഈ പരിശുദ്ധമായ ദേവാലയത്തിലായതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ പുരോഹിതന് മുമ്പിൽ
വാക്കാലുള്ള വാഗ്ദാനത്താലും പരസ്പരം മോതിരമണിയിച്ചും താലി ചാർത്തിയും വിശുദ്ധഗ്രന്ഥം സാക്ഷിയാക്കി ഒരു കുടുംബമായിട്ട് ജീവിക്കുവാനുള്ള തീരുമാനം അറിയിക്കുമ്പോൾ അത്യധികമായിട്ടും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സത്യമുണ്ട്. ഇപ്രകാരം വിവാഹമെന്ന ദുരാശയിലൂടെ ഒരു കുടുംബമായിട്ട് രൂപപ്പെടുവാനുള്ള തീരുമാനം നിങ്ങളുടെ തീരുമാനമല്ല, മറിച്ച് ഇത് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വചനം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. സ്നേഹമുള്ള സിജോറോസ്നി, നിങ്ങൾ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരുമിച്ച് ജീവിക്കുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. നിങ്ങളുടെ ഈ തീരുമാനത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ബന്ധുജനങ്ങളും സ്നേഹിതരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അത്യധികമായിട്ടും ഇത് മനുഷ്യന്റെ തീരുമാനമല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ ആരംഭിക്കുന്ന മനുഷ്യവിഭൂതിയെ കുറിച്ചുള്ള 2-ാമത്തെ വിവരണ ഭാഗത്തില് ദൈവമായ കർത്താവ് മനുഷ്യരുടെ സൗഭാഗ്യങ്ങളിലേക്ക് അവനെ അയക്കുകയുമാണ്. അവിടെ ഏകനായ ഏകാന്തതയിൽ കഴിയുന്ന മനുഷ്യനെ കണ്ടില്ല, നിന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും പിതാവിനെയും മാതാവിനെയും വിട്ട സ്ത്രീയുടെ ശേഷം 19-ാം അധ്യായം 6-ാമത്തെ വചനം, ഇനിമേൽ നിങ്ങൾ രണ്ടെല്ലാം ഒന്നാണ് ഏർപ്പെടുത്താതിരിക്കട്ടെ. പുസ്തകം 24-ാമത്തെ അധ്യായത്തില് അബ്രഹാം അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെ കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. വിവാഹ പ്രതിജ്ഞയായിട്ട് ഏറ്റുപറയുന്നതും ഈ കൂട്ടുനിർവാഹം തന്നെയാണ്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ വിശ്വസ്തയിൽ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തില് ഈ കൂട്ടുനിർവാഹത്തെ നിർവചിച്ചിരിക്കുന്ന പ്രകാരമാണ്: സൗമ്യവും ശാന്തവുമായ പെരുമാറ്റത്താലും ജീവിത മാതൃകയാലും അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതമാണ് കേട്ടത്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങൾ ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകുവാന് സന്തോഷപ്രദമാകുവാന് ഏറ്റവും ആവശ്യമായ 3 കാര്യങ്ങള്, 3 മന്ത്രങ്ങള് ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 3 മന്ത്രങ്ങളെ 3 വാക്കുകളിൽ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം: സമർപ്പണം, സംസാരം, സ്പർശനം. മണവാട്ടിയായ തിരുസഭ മണവാളനായ ഈശോയ്ക്ക് സ്വയം സമർപ്പിച്ചതുപോലെ പരിപൂർണമായിട്ട് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. വിശുദ്ധ പൗലോസ് പുസ്തകം ഓർമ്മപ്പെടുത്തുന്നതുപോലെ, ഈ സമർപ്പണത്തിന്റെ അപൂർവതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതുപോലെ, ഇനിമേൽ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കല്ല, ഭർത്താവിനല്ല, മറിച്ച് ഭാര്യയ്ക്കാണ് അധികാരം. അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അധികാരം. വെറും ശാരീരികമായ സമർപ്പണത്തെ കുറിച്ചല്ല, മറിച്ച് ആത്മനാവുള്ള പരിപൂർണമായ സമർപ്പണത്തെ കുറിച്ചാണ്. ആവശ്യമായിട്ടുള്ള 2-ാമത്തെ കാര്യമാണ് സംസാരം എന്നുള്ളത്. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് വരിക, വിവാഹ സൽക്കാരത്തിനിടയിൽ പിരിഞ്ഞു പോവുക എന്നുള്ളത് തീർത്തും അപമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഒരിക്കലും ഈ ഒരു കാര്യം പരസ്യമാക്കുവാൻ ഇടയില്ല. എന്നാൽ ഈ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ പരിശുദ്ധമായ ഈശോയോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ അതനുസരിച്ച് ഈശോ പച്ചവെള്ളത്തെ മധുരിക്കുന്ന വീഞ്ഞാക്കുന്ന അത്ഭുതം ചെയ്യുകയാണ്. പ്രിയമുള്ള വധൂവരന്മാരെ, നിങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന ഈ ദാമ്പത്യ ജീവിതത്തില് സംസാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 2 രീതിയിലുള്ള സംസാരമാണ് നിങ്ങൾക്ക് ആവശ്യം വേണ്ടത്. ഒന്നാമതായിട്ട് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. 2-ാമതായിട്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കണം. പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും കൊച്ചച്ഛന്റെയും ഇടവക സമൂഹത്തിന്റെയും പേരിൽ ഈ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും സിജോയ്ക്കും റോസ്മിക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. ഇന്നത്തെ ഈ തിരുകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ വന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ ആഘോഷങ്ങളിൽ സംബന്ധിച്ച് ഇവർക്ക് ആശംസകൾ അർപ്പിച്ച് നിങ്ങൾ മടങ്ങിപ്പോയാൽ പോരാ, മറിച്ച് നിങ്ങൾ അനുദിനമുള്ള പ്രാർത്ഥനകളിൽ ഇവർ ആരംഭിച്ചിരിക്കുന്ന ഈ കുടുംബജീവിതം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകുവാൻ, സമാധാനപരമാകുവാൻ, സന്തോഷപ്രദമാകുവാൻ വേണ്ടി നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പ്രത്യേകമായിട്ട് 3 ആശംസകളാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഒന്നാമതായിട്ട് കുടുംബജീവിതത്തിൻ്റെതായ എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ടുകൊണ്ട് മാതൃകാപരമായിട്ട് തിരുകുടുംബത്തിന് സമാനമായിട്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം ദാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിജ്ഞാനത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. തിരുകുടുംബത്തിന്റെ ബാലകനായ വിശുദ്ധ പിതാവിന്റെ സംരക്ഷണവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥവും സഹായവും നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന ഈ കുടുംബ ജീവിതത്തിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകുടുംബത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സർഗീയ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരിപ്രതാപന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സിജോ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോസി എന്ന് വിളിക്കപ്പെടുന്ന റോസി ഭാര്യയായി സ്വീകരിക്കുന്നു. റോസി എന്ന് വിളിക്കപ്പെടുന്ന റോസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സിജോ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ സാക്ഷികൾ നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവിനെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണ വഴി തിരുസഭയെ വധുവായി
സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ അഭീഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാൻ ഇതിന് മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ വാടിയായ പരിശുദ്ധമേ, മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ സൗഭാഗ്യമേകാൻ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ.
മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങളിൽ നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ ശുദ്ധീനമാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഉദാസീനത്തിലൂടെ ഒരു കുടുംബത്തിന് രൂപം നൽകിയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സിജോയ്ക്കും റോസ്മിക്കും ഒരിക്കൽ കൂടി പ്രിയബഹുമാനപ്പെട്ട വികാരിയേശിനെയും കൊച്ചച്ഛനെയും ഇടവക സമൂഹത്തിനെയും പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയാണ്. ഇടവകയിലെ നിർദ്ധനായ പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായിക്കുന്ന രീതിയിൽ ഇപ്പോഴും ഒരു സ്തോത്ര കാഴ്ച എടുക്കുന്നുണ്ട്. എല്ലാവരും ഉദാരമായ രീതിയിൽ സംഭാവനകൾ നടന്ന സ്നേഹവും അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പു. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പു. സ്നേഹനാഥ സ്നേഹനാഥ വന്നു വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങെൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങെൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. സ്നേഹനാഥ യേശുനാഥ സ്നേഹനാഥ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും
കാഴ്ചകൾ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പാപങ്ങളനുസരിച്ചുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളെ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവാ
on the beach. I can see it now, almost happening. Sneaking out at night, living like we're free. You and I could do anything we please. You've got the face to fit the frame. I cannot look away. Like, can't you see I'm hypnotized? We're picture perfect, sweet like candy. I'll be your girl, yeah, I'll be your baby. Picture perfect, barefoot beauty. You stole my heart just like in a movie. Got the key to me. Tell me I'm your darling daisy. Picture perfect, sweet like candy. I'll be your girl, yeah, I'll be your baby. Spinning me around, falling on the ground. Got to say your voice is my favorite sound. Counting every star, dreaming every dream. You and I can live out the perfect scene. You've got the face to fit the frame. I cannot look away. Like, can't you see I'm hypnotized? We're picture perfect, sweet like candy. I'll be your girl, yeah, I'll be your baby. Picture സ്വരം പോലെ വന്ന നാഭികമലം നാനാ നീ ഏഴ് സ്വരം പോലെ വന്ന എട്ടാ സ്വരം നാനാ എട്ടാ സ്വരം നാനാ വളയപ്പട്ടി തവില തവില ചുടൽ ബന്ദി വെക്കും അവനെ അവനെ അടി ചുമക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ മായ തെരിയേ മായ തെരിയേ മായ തെരിയേ വളയപ്പട്ടി തവില തവില ചുടൽ
hands together to welcome the handsome groom, Mr. Sijo, and his beautiful bride, Mrs. Rosemary. നല്ലൊരു കൈയോടെ ഇവിടെ വേദിയിലേക്ക് ക്ഷണിക്കാം. Mr. and Mrs. Sijo, first of all, congratulations. Let's pray to God Almighty to keep their life as happy and charming as they are. സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ചൊരിയട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ചടങ്ങിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. I feel the stage is incomplete without their parents. ഇനി സുന്ദരത്തിന് കാരണഭൂതരായത് ഇവരുടെ മാതാപിതാക്കളാണ്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി സിജോ ചേട്ടന്റെ പേരൻസ് ജോർജ് അങ്കിൾ ആൻഡ് നെക്സി ആന്റിയെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ലിജോ ചേട്ടൻ ജുഡിത ചേച്ചി അവരുടെ മകൻ ഏഴനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി റോസ്മി ചേച്ചിയുടെ പേരൻ ജോയ് അങ്കിൾ ആൻഡ് ഗ്രേസി ആന്റിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം റോസ്മി ചേച്ചിയുടെ സിബ്ലിംഗ്സ് ആൻഡ് ഫാമിലി എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി കുടുംബങ്ങൾ ഒന്നായി തീർന്നിരിക്കുകയാണ്. Let's put our hands together to celebrate the union of two families. Let God Almighty shower all blessings to them. ഭാരതീയ സംസ്കാരത്തിന്റെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെയാണ്. ദീപം തെളിയിക്കൽ പ്രാർത്ഥനയുടെ പ്രതീകമാണ്. Now, moving on to the candle lighting ceremony. May I request both of you to step forward to light the candle. സിജോ ചേട്ടനെയും റോസ്മി ചേച്ചിയെയും ദീപം തെളിയിക്കാതെ മുമ്പോട്ട് നിൽക്കുക. May I request you more forward to cut a wedding cake. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, but I was only fooling myself. കടമഴിയിൽ കമലദളം നടന്നാൽ പുലരിമഴ. കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കന്നിപ്പൂമാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ നിനക്കായി ഒളിച്ചു വച്ചു. മൂക്കുത്തി കമ്മലിടും കൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തളയ്ക്കു നിന്നു. കടമഴിയിൽ കമലദളം കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. മാണിക്കക്കല്ലേ മുഞ്ചത്തിപ്പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമുടി വണ്ടിര പൂരകം ചൂടാൻ
gonna get it तेरे हाथ कभी ना आनी माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी Hey you I know you want it but you're never gonna get it तेरे हाथ कभी ना आनी माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी अब दिल करता है हाले हाले से मैं तो खुद को गले लगाऊं किसी और की मुझको जरूरत क्या मैं तो खुद से ही प्यार जताऊं My name is Sheila की जापानी I'm too sexy for you मैं तेरे हाथ ना आनी No 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 Sheila की जापानी I'm too sexy for you मैं तेरे हाथ ना आनी तू क्या बोला धड़क धड़क मेरा दिल डोला तोबा 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 धड़क धड़क मेरा दिल डोला तोबा 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 धड़क धड़क मेरा दिल डोला రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి
പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിഞ്ഞു തനിയേ ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ അകമേ പടരും കുളിരോ പ്രണയം നെഞ്ചോരം നീ ചായും കണ്ണോരം നീ ചേരും നേരത്തിൽ ഞാനേതോ നിലതാരമോ അരികിൽ അണഞ്ഞാലും അകലേക്ക് മറഞ്ഞാലും നീ എന്നും എന്നോമൽ കണിയല്ലയോ നീ നിറമേകും സ്വപ്നമെല്ലാം ഒരു നറുതളമായി പൂത്തുവെന്നോ നീ അറിയാതെ കൺകളെന്നും നിന്റെ ഓരം വന്നു ചേർന്നെന്നു നീ നിറമേകും സ്വപ്നമെല്ലാം ഒരു നറുതളമായി പൂത്തുവെന്നോ നീ അറിയാതെ കൺകളെന്നും നിന്റെ ഓരം വന്നു ചേർന്നെന്നോ കാണാത്ത നാളുകൾ കേൾക്കാത്ത വാക്കുകൾ അത് തീയാണോ കനലാകുന്നോ നീ പെയ്ത രാത്രികൾ മഞ്ഞായി മോഹങ്ങൾ ഇനി മായല്ലേ മനസ്സേ നീ തൊടുമോർമ്മയിൽ ഞാൻ മിഴീണകളായി പറന്നേറിട മൊഴി മധുരമിതിൽ കനവോ നിറയെ ഒന്നായിട നീ നിറമേകും സ്വപ്നമെല്ലാം ഒരു നറുതളമായി പൂത്തുവെന്നോ നീ അറിയാതെ കൺകളെന്നും നിന്റെ ഓരം വന്നു ചേർന്നെന്നു നീ നിറമേകും സ്വപ്നമെല്ലാം ഒരു നറുതളമായി പൂത്തുവെന്നോ നീ അറിയാതെ കൺകളെന്നും നിന്റെ ഓരം വന്നു ചേർന്നെന്നു നീ നിറമേകും സ്വപ്നമെല്ലാം ഒരു നറുതളമായി പൂത്തുവെന്നോ നീ അറിയാതെ കൺകളെന്നും നിന്റെ ഓരം വന്നു ചേർന്നെന്നു Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you. Will heaven hold you? You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful in white.
we have is timeless. My love is endless. And with this ring I say to the world, you're my every reason. You're all that I believe in. With all my heart I mean every word. So as long as I live I love you. Will have it hold you. You look so beautiful in white. And from now to my very last breath, this day I'll cherish. You look so beautiful. മാലിന്യൊളിந்து കൊണ്ടാൽ മാറമ്പു വരും കൂന്തലിൽ ഒളിந்து കൊള്ള நினைக்காத நேரம் இல்லை காதல் ஒரு பேர சொன்னால் போதும் என்று வழிவிடு காதல் நதியை ஐந்தாவது நூற்றாண்டு வாழ்வோம் என் வாழ்வே மலர்களே மலர்களே இது என்ன தரவா மலைகளே மலைகளே இது என்ன நினைவா Lying here with you so close to me, it's hard to fight these feelings when it feels so hard to breathe. I'm caught up in this moment, I'm caught up in your smile. I've never opened up to anyone, so hard to hold back when I'm holding you in my arms. But we don't need to rush this, let's just take it slow. Just a kiss on your lips and the
Know that if we give this a little time, it'll only bring us closer to the love we wanna find. It's never felt so real. If home is really where the heart is, then home must be a place we all can share. For even with our differences, our hearts are much the same. For where love is, we come together there. Wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. Love will be our home. Wherever there are children singing, where a tender heart is beating, we can live together there. 'Cause love will be our home. With love, our hearts can be a family, and hope can bring this family face to face. And though we may be far apart, our hearts can beat as one. When love brings us together in one place, wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. Love will be our home. Where there are words of kindness spoken, where a vow is never broken, we can live together there. 'Cause love will be our home. Love will be our home. Love will be our home. Love will be our Wherever there is laughter ringing, someone smiling, someone dreaming, we can live together there. Love will be our home. Wherever there are children singing, where a tender heart is beating, we can live together there. 'Cause love will be our home. മറഞ്ഞു നിന്നെന്തിനൻ മനസ്സിലെ കുങ്കുമം തളിവിരൽ തുമ്പിനാ കവർന്നു നീന്നലേ ജന്മകടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ എന്റെ മനസ്സിലലിഞ്ഞൊരുകും നിന്റെ പ്രസാദം പങ്കിടുവാൻ മഞ്ഞിതൾ മൂടുമോരോർമകളിൽ ഒരു പൊൻതിരിയായി ഞാൻ പൂത്തുണരാ വെള്ളി നില തുള്ളികളോ കൺപീലിയിൽ തെല്ലലിയും ചന്ദനമ